ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളാണ്. ഒന്നാമത്തെ പാഠമായ സസ്യലോകത്തെ അടുത്തറിയാം. നോക്കാം. ആദ്യം തന്നെ പ്രകാശ സംശ്ലേഷണം എന്നാൽ എന്താണ് എന്നാണ് ഇതിൽ പറയുന്നത്. ചെടികൾ വേരിലൂടെ ജലവും ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആഹാര നിർമ്മാണത്തിന് വേണ്ടിയാണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഈ പ്രവർത്തനം പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും കൂടിയേ തീരൂ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നു. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സസ്യങ്ങൾ സ്വപോഷികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ആസ്യരന്ധ്രം? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഇനി സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. ഹരിതകമല്ലാത്ത വർണ്ണകങ്ങളും സസ്യങ്ങളിലുണ്ട്. സാന്തോഫിൽ എന്ന വർണ്ണകം ഇലകൾക്ക് മഞ്ഞ നിറവും, കരോട്ടിൻ എന്ന വർണ്ണകം ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും, ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഓർക്കിഡുകൾ ധാരാളമായി വളർത്തുന്ന ഉദ്യാനങ്ങളെ പറയുന്ന പേരാണ് ഓർക്കിഡേറിയം. മരവാഴ ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു സസ്യമാണ്. അതിൻ്റെ വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാൻ സാധിക്കും. വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സസ്യങ്ങളെ പറയുന്ന പേരാണ് എപ്പിഫൈറ്റ്. മരവാഴ ഒരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യങ്ങളെ തീർച്ചയായും ദോഷകരമായി ബാധിക്കുന്നില്ല. പരാദസസ്യങ്ങൾ എന്നാൽ എന്താണ്? പരാദസസ്യങ്ങൾ രണ്ട് വിധമാണ്: അർദ്ധപരാദം, അതുപോലെ തന്നെ പൂർണ്ണപരാദം. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ. ഉദാഹരണം മൂടില്ലാത്താളി. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. എന്താണ് ശവോപജീവികൾ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന ജീവികളാണ് ശവോപജീവികൾ. ഉദാഹരണമായിട്ട് നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പല്, കൂൺ എന്നിവ പറയാം. അടുത്തത് ആരോഹികൾ. മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലെയുള്ള ഭാഗങ്ങളെ പ്രധാനങ്ങൾ എന്നും മറ്റ് ചില വേരുകളെ പറ്റ് വേരുകൾ എന്നും ആണ് പറയുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ആരോഹികളാണ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബല സസ്യങ്ങൾ ഇഴവള്ളികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി തുടങ്ങിയവ. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ കാണപ്പെടുന്നില്ല. പേരാലിൽ കാണപ്പെടുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്നവയാണ്. എന്നാൽ കൈതയിലെ വേരുകൾ തണ്ടിൽ നിന്നാണ് വളരുന്നത്. ഇത്തരം വേരുകളെ പൊയ്കാൽ വേരുകൾ എന്നാണ് പറയുന്നത്. ചതുപ്പു നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ ശ്വസന വേരുകൾ എന്നും പറയുന്നു. ആഹാരം സംഭരിക്കാൻ ചില സസ്യങ്ങൾ വേരും കാണ്ഡവും ഉപയോഗിക്കുന്നു. ഇങ്ങനെ വേരിൽ സംഭരിച്ചു വയ്ക്കുന്ന ആഹാരത്തെ സംഭരണ വേരുകൾ എന്നും, കാണ്ഡമാണ് എങ്കിൽ അതിനെ ഭൂകാണ്ഡങ്ങൾ എന്നും പറയുന്നു. സംഭരണ വേരിന് എക്സാമ്പിളാണ് മരച്ചീനി. ഭൂകാണ്ഡത്തിന് എക്സാമ്പിളാണ് ഉരുളക്കിഴങ്ങ്. ഇതാണ് ഒന്നാം ചാപ്റ്റർ. രണ്ടാം ചാപ്റ്ററിലേക്ക് പോകാം. ജീവജലം. ആദ്യം തന്നെ ജലത്തിൻ്റെ സവിശേഷതകളാണ് ഇതിൽ പറയുന്നത്. വസ്തുക്കളെ ലയിപ്പിക്കുന്നു, ഒഴുകുന്നു, താപം വഹിക്കാൻ കഴിയുന്നു, നിശ്ചിത ആകൃതിയില്ല, ഖരദ്രാവക, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ലീനം, ലായകം, ലായനി. ലയിക്കുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ഏതിലാണോ ലയിക്കുന്നത് അത് ലായകമാണ്. ലീനവും ലായകവും ചേർന്നിട്ടാണ് ലായനി ഉണ്ടായിട്ടുള്ളത്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്.
സോഡയിൽ വെള്ളം ലായകവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ ലീനമായിട്ട് പ്രവർത്തിക്കുന്നത്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്ന ലായകമായതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയാറുണ്ട്. ജലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ജലം വിതാനം പാലിക്കുന്നു. ഭൂമിയിൽ 2/3 ഭാഗവും ജലമാണ്. അതായത് ഭൂമിയുടെ ജലത്തിൻ്റെ ബഹുഭൂരിഭാഗവും സമുദ്രമാണ്. ഭൂമിയിലെ ടോട്ടൽ ജലം എടുത്താൽ അതിൽ ശുദ്ധജലം 3.5% മാത്രമാണ്. സമുദ്രജലം 96.5%. സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ അത് സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമായ അല്ല. ജലമലിനീകരണം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ അതിന് കാരണങ്ങളായിട്ട് പറയാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത്, വാഹനങ്ങൾ കഴുകുന്നത് എക്സെട്ര. ഇനി എങ്ങനെയാണ് മഴയുണ്ടാകുന്നത്? ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും പെയ്യുന്നു. അതിന് സഹായിക്കുന്ന 2 പ്രവർത്തനങ്ങളാണ് ബാഷ്പീകരണവും സാന്ദ്രീകരണവും. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ജലസംരക്ഷണ മാർഗങ്ങളാണ് മഴക്കുഴി, കയ്യാല, തട്ടുകളായി ചെരിഞ്ഞ ഭൂമി, തടമെടുക്കൽ, മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ്, സിൽ പോളിൻ ജല സംഭരണി തുടങ്ങിയവ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. മാനത്തെ നിഴൽ കാഴ്ചകൾ. പ്രകാശത്തിൻ്റെ പല പ്രത്യേകതകളും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിലൊന്നാണ് പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. വസ്തുക്കളെ പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയും എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതനുസരിച്ച് സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധതാര്യ വസ്തുക്കൾ എന്ന വസ്തുക്കളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കൾ അതാര്യ വസ്തുക്കളാണ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ. നിഴലുകൾ ഉണ്ടാക്കുന്നത് എപ്പോഴും അതാര്യ വസ്തുക്കളായിരിക്കും. അതാര്യ വസ്തുക്കൾ മാത്രമേ നിഴലുകൾ ഉണ്ടാക്കുകയുള്ളൂ. നിഴൽപ്പാവക്കൂത്ത് എന്നത് ഒരു ദൃശ്യ കലാവിരുന്നാണ്. നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്നതാണ് ഇത്. ഭൂമി ഒരു അതാര്യ വസ്തുവാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഒരു ഭാഗത്ത് പകലായിരിക്കുമ്പോൾ മറുഭാഗത്ത് രാത്രിയാകുന്നത്. ഇനി സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരും. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്തു നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയില്ല. ഇതാണ് സൂര്യഗ്രഹണം. EMS എന്ന് പറയാം. EMS എർത്ത്, മൂണ്, സൺ. ഇനി സൂര്യഗ്രഹണം പലതരത്തിലുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. ഇതൊക്കെ വിവിധ രീതിയിൽ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണങ്ങളാണ്. ഇനി എന്താണ് ചന്ദ്രഗ്രഹണം? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ സംഭവിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുകയില്ല. ഇതൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നിരീക്ഷിക്കാൻ പാടില്ല. സൂര്യഗ്രഹണമൊക്കെ നിരീക്ഷിക്കുമ്പോൾ ബൈനോക്കുലറോ അതനുസരിച്ചുള്ള ഉപകരണങ്ങളോ ഉപയോഗിക്കേണ്ടതാണ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചാപ്റ്ററാണ് വിത്തിനുള്ളിലെ ജീവൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് വിത്ത് മുളക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. വിത്ത് മുളക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവയാണ് ആവശ്യം. മുളച്ച് കഴിഞ്ഞ് വളരുന്നതിന് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ ആവശ്യമാണ്. മുളക്കുന്നതിന് സൂര്യപ്രകാശവും മണ്ണും അത്യാവശ്യമല്ല. മുളച്ച് കഴിഞ്ഞ് വളരുന്നതിനാണ് അവ രണ്ടും അത്യാവശ്യമായിട്ട് വേണ്ടത്. എന്താണ് ബീജാങ്കുരണം? ജെർമിനേഷൻ ഓഫ് സീഡ്സ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്തുമുളക്കൽ അഥവാ ബീജാങ്കുരണം. വിത്തിലെ സൂക്ഷ്മദ്വാരത്തിനുള്ളിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിത്ത് കുതിർന്ന് പുറംതോട് പൊട്ടുന്നു. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജമൂലമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്നിട്ട് വേരാകുന്നു. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ബീജശീർഷം വളർന്നാണ് പിന്നീട് കാണ്ഡമായി മാറുന്നത്. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. വിത്ത് മുളയ്ക്കൽ മാത്രമല്ല, മറ്റൊരു പ്രജനന ഭാഗമാണ് ഏത്? കായിക പ്രജനനം എന്ന് പറയും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മറ്റൊരു പ്രജനന രീതിയാണ്.
സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം. ഉദാഹരണം നമുക്കറിയാം, റോസാ ചെടി, അതുപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ കായിക പ്രജനനം വഴിയാണ് ഉണ്ടാവുന്നത്. വിത്തുവിതരണം, ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതുമൂലം ഒരു സസ്യത്തിന് വിവിധ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് വളരാൻ സാധിക്കുന്നത് വിത്ത് വിതരണം വഴിയാണ്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും വിത്ത് വിതരണം ചെയ്യുന്നത് മൂലമാണ്. അങ്ങനെ ഓരോന്നിലും വിത്ത് വിതരണം, ഓരോ സസ്യത്തിലുമുള്ള വിത്ത് വിതരണത്തിൻ്റെ രീതിയും അതിനുള്ള അനുകൂലനങ്ങളുമാണ് അടുത്തതായിട്ട് പറയുന്നത്. കാറ്റ് വഴിയാണ് അപ്പൂപ്പൻ താടിയും മഹാഗണിയും വിത്ത് വിതരണം നടത്തുന്നത്. അതിന് സഹായിക്കുന്ന അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? വിത്തിന് ഭാരം കുറവാണ്, പറക്കാൻ രോമം പോലെയുള്ള ഭാഗങ്ങളുണ്ട് അപ്പൂപ്പൻ താടിയിൽ. ജലം വഴിയാണ് തെങ്ങ് വിത്ത് വിതരണം നടത്തുന്നത്. അതിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോവില്ല. ജന്തുക്കൾ വഴിയാണ് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ്? അവർക്ക് ഫുഡാണ് അല്ലേ, ജന്തുക്കൾക്ക് വേണ്ട ഫുഡാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ സീഡ് അവർ കളയും, അല്ലെങ്കിൽ അവരുടെ കാഷ്ടത്തിലൂടെയോ മറ്റോ ആണ് ഇത്തരത്തിലുള്ള സസ്യങ്ങളുടെ വിത്ത് വിതരണം നടക്കുന്നത്. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടക്കുന്ന 2 സസ്യങ്ങളാണ് വെണ്ടയും കാശിത്തുമ്പയും. അപ്പോൾ മൂത്ത് കഴിയുമ്പോൾ പൊട്ടുന്നു. കടൽ കടന്നെത്തിയ അതിഥികൾ എന്നതിൽ പ്രധാന കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ് പ്രതിപാദിക്കുന്നത്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി എന്നിവ അമേരിക്കയാണ് അതിൻ്റെ ജന്മദേശം. തേയില ചൈനയാണ്. ക്യാബേജ് യൂറോപ്പാണ്. റബ്ബർ, കശുമാവ് എന്നിവ ബ്രസീലാണ്. അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് ഊർജ്ജത്തിൻ്റെ ഉറവകൾ എന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ ഇന്ധനങ്ങൾ എന്നാൽ എന്താണ് എന്നാണ് പറയുന്നത്. ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ധനങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട്? ഖര രൂപത്തിലുള്ള ഇന്ധനങ്ങളുണ്ട്. വിറക്, കൽക്കരി എന്നിവ ഖര ഇന്ധനങ്ങളാണ്. ദ്രാവക ഇന്ധനങ്ങളാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ തുടങ്ങിയവ. LPG, CNG, ഹൈഡ്രജൻ എന്നിവ വാതക ഇന്ധനങ്ങളാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതും എയ്റോപ്ലെയിൻ മുതലായവയിൽ ഉപയോഗിക്കുന്നതും ഇന്ധനങ്ങളാണ്. എയ്റോപ്ലെയിനിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നത് എന്നും മനസ്സിലാക്കുക. നമുക്ക് കിട്ടുന്ന എനർജി, നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന എനർജി ഇതിലൂടെയാണ്? ആഹാരത്തിലൂടെയാണ്. ഇന്ധനങ്ങൾ കത്താൻ വായു അത്യാവശ്യമാണ്. വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാണ് ഊർജം പുറത്തുവിടുന്നത്. ആര്? ഇന്ധനങ്ങൾ. ഓക്കെ. വിറകടുപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് അടുപ്പിൽ വിറക് കുത്തി നിറയ്ക്കരുത് എന്ന് പറയാൻ കാരണം ആവശ്യമായിട്ടുള്ള വായു കിട്ടില്ല. പെരുകുന്ന വാഹനങ്ങളുടെ കാര്യം പറയാനുള്ള കാരണം എന്താണ്? ഇന്ധനങ്ങളുടെ ആവശ്യം അത്ര കണ്ട് കൂടി വരികയാണ്. ഇനി ഇന്ധനങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടുപോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടായിട്ടുള്ളത്. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കൽക്കരിയും ഉണ്ടായി. ഇവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പെട്രോളിയം ഉപയോഗിക്കുന്നു. അടുത്തതാണ് പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ. അതിന് എക്സാമ്പിളായിട്ട് സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവയാണ് വരുന്നത്. ഇവിടെ കുറച്ച് സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ സോളാർ സെൽ എന്ന് പറയുന്നത്. അവയുടെ നിരകളാണ് സൗരോർജ്ജ പാനലുകൾ. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് ഇവ. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല എന്നുള്ളതും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ മേന്മയാണ്. കാറ്റിൽ നിന്ന് എങ്ങനെയാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്? കാറ്റാടികളുടെ സഹായത്തോടു കൂടിയാണ്. ഇന്ധനങ്ങൾ പാഴാക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് ചൂട് കൂടുതലുള്ള ഫിലമെൻ്റ് ബൾബ് ഉപേക്ഷിച്ച് CFL-നേക്കാളും ഊർജ്ജക്ഷമതയുള്ളത് LED ബൾബിനാണെന്ന് മനസ്സിലാക്കുക. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 14 ആണ്. ഇത്രയും കാര്യങ്ങളാണ് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാർട്ട് 1 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി പാർട്ട് 2 പോവാം. ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന ചാപ്റ്ററാണ് അടുത്തത്. ഇതിൽ ആദ്യമായി പറയുന്നത് ഉത്തോലകങ്ങൾ എന്നാൽ എന്താണ്?
ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ധാരം, യത്നം, രോധം. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് ധാരം എന്ന് വിളിക്കാം. പ്രയോഗിക്കുന്ന ബലത്തെ യത്നമെന്നും നേരിടുന്ന പ്രതിരോധമാണ് രോധം. ഇവിടെ ഇതാണ് ധാരം, ഇത് രോധമാണ്. ഇയാൾ പ്രയോഗിക്കുന്നത് യത്നമാണ്. എക്സാമ്പിൾ സ്റ്റാപ്ലർ, ചവണ, കട്ടിംഗ് പ്ലെയർ, കത്രിക, പാക്കുവെട്ടി, നാരങ്ങഞ്ഞക്കി. ഇതിലൊക്കെ എന്താണ് ധാരം, യത്നം, രോധം എന്നിവയുടെ സ്ഥാനം മാറിയിരിക്കും. ലഘുയന്ത്രങ്ങളിൽ യത്നത്തിൻ്റെ സ്ഥാനം മാറ്റിക്കൊണ്ടാണ് നമുക്ക് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാൻ കഴിയുന്നത്. വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ലഘുയന്ത്രമാണ് കപ്പി. ചരിവുതലം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് വളരെ ഭാരമേറിയ വസ്തുക്കൾ വാഹനത്തിൽ കയറ്റാനൊക്കെ പറ്റുന്നതാണ്. അടുത്ത ചാപ്റ്റർ വരുന്നത് അറിവിൻ്റെ ജാലകങ്ങൾ എന്ന ചാപ്റ്ററാണ്. ഇതിലാദ്യം തന്നെ ചെമ്മനം ചാക്കോയുടെ മാനത്തിൽ ചന്ദ്രൻ ഉണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി എന്ന കവിതാഭാഗത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. കണ്ണിലൊരു ലെൻസ് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ ലെൻസ് ഉണ്ട്. ഈ ലെൻസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്നത്. വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്, ഓർമ്മിക്കുക. ഈ തലകീഴായ പ്രതിബിംബം എവിടെയാണ് പതിക്കുന്നത്? റെറ്റിന എന്ന് പറയുന്ന സ്ഥലത്താണ് പതിക്കുന്നത്. എന്നിട്ട് അത് നേത്രനാടി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇനി എന്താണ് ദ്വിനേത്ര ദർശനം? രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് ദ്വിനേത്ര ദർശനം. ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണ്? വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. ഇനി കാഴ്ചയില്ലാത്തവരുടെ ലോകത്തിലേക്ക് ഒന്ന് ചെന്ന് നോക്കിയാൽ വൈറ്റ് കെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായ ഒരു അലുമിനിയം ദണ്ഡാണ്. വടിയുടെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തിൽ നിന്ന് വഴിയിലെ തടസ്സം തിരിച്ചറിയാൻ കഴിയും. വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നത് വഴി അവർ അന്ധരാണെന്ന് മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ കഴിയും. മറ്റേത് എംബോസ്ഡ് മാപ്സ് ആണ്. അടുത്തത് എംബോസ്ഡ് മാപ്സ്. അപ്പോൾ എന്താണ്? മാപ്പാണ്. ഇവർക്ക് കൈകൊണ്ട് തൊട്ടാൽ മനസ്സിലാകും എന്താ പർവ്വതങ്ങൾ, അത് അല്ലെങ്കിൽ അതിർത്തികൾ, ഇതൊക്കെ കൈകൊണ്ട് തൊട്ട് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാപ്പുകളാണ് എംബോസ്ഡ് മാപ്സ്. ബ്രെയിൽ ലിപി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണിത്. കട്ടിയുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയും വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിലാണ് ഈ രീതി ആദ്യമായി വികസിപ്പിച്ചത്. അടുത്തത് പറയുന്നത് കണ്ണുകളെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമെന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ മറ്റ് ജീവികളുടെ കാഴ്ചാവിശേഷത്തിൽ മരയോന്തിൻ്റെ ആണ് ആദ്യം പറയുന്നത്. മറ്റ് ജീവികളുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മരയോന്തിൻ്റെ കണ്ണ്. അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നു. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ രണ്ട് കണ്ണുകളുണ്ട്. തല പിറകോട്ട് തിരിച്ച് പിറകിലെ കാഴ്ചകൾ കാണാൻ ഇവയ്ക്ക് സാധിക്കും. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ പ്രകാശത്തെ പോലും ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. അതിനാൽ മങ്ങിയ പ്രകാശത്തിലും ഇവയ്ക്ക് കാണാൻ സാധിക്കും. അടുത്തത് ചെവിയാണ്. ചെവി നമ്മുടെ ചെവിക്കൂടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനുള്ളിലും അതീവ പ്രധാനമുള്ള പല ഭാഗങ്ങളും ഉണ്ട്. ചെവി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അറിയുന്നതാണ്. ഇനി പാമ്പുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പാമ്പുകൾക്ക് ബാഹ്യകർണമില്ല. അവർക്കുള്ളത് എന്താണ്? ആന്തരകർണമാണ് ഉള്ളത്. ആന്തരകർണം ഉപയോഗിച്ചാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കും. അതായത് പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദമാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. കേൾവി തകരാറുള്ളവർ ശ്രവണ സഹായികളുടെ സഹായത്തോടെയാണ് കേൾക്കുന്നത്. ഘ്രാണശക്തി പറയുന്ന സമയത്ത് സ്രാവുകൾക്കാണ് ഘ്രാണശക്തി ഏറ്റവും കൂടുതൽ. പിന്നെ കടലിൽ വളരെ അകലെ രക്തം വീണാൽ പോലും അവർക്ക് മണത്തറിയാൻ കഴിയും. മറ്റൊരു ജീവിയാണ് നായകൾ. വളരെയധികം ഘ്രാണശക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ കുറ്റാന്വേഷണ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പാമ്പുകൾ ഇടയ്ക്കിടെ നാവ് പുറത്തേക്കിടുന്നത് എന്തിനാണ്? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത്. നമ്മുടെ നാക്കിൽ ഒരുപാട് ഗ്രാഹികളുണ്ട് അല്ലേ? ഉപ്പ്, മധുരം, പുളി അതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഗ്രാഹികൾ നമ്മുടെ നാക്കിലുണ്ട്. പിന്നെ ത്വക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചൂട്, ആകൃതി, മിനുസം, വലിപ്പം, മാർദ്ദവം തുടങ്ങിയവ തിരിച്ചറിയുന്നത് നമ്മുടെ ത്വക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പ്രയോജനപ്പെടുത്തുന്ന ഇന്ദ്രിയങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന് 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ടിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നങ്ങളോ വ്യത്യസ്ത വലിപ്പത്തിൽ
7 വരികളായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ട് എത്ര വരി ശരിയായി വായിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിച്ചാണ് കാഴ്ചശക്തി പ്രാഥമികമായി അളക്കുന്നത്. 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയവയാണ് സൂക്ഷ്മജീവികൾ. ഇവ ചില രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഈ ബാക്ടീരിയ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗവും പടരുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി തുടങ്ങിയവ നമ്മൾ നോർമലി കണ്ടുവരുന്നതാണ്. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്നത് ഏതൊക്കെയാണ്? കോളറ, വയറിളക്കം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന പകരുന്നതാണ് ചെങ്കണ്ണും കുഷ്ഠവും. കൊതുകിനെ തടയാൻ പരിസര ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് സൂക്ഷ്മജീവികൾ വെറും രോഗങ്ങൾ പരത്താൻ മാത്രമുള്ളതല്ല, നമുക്ക് മറ്റ് പല പ്രയോജനങ്ങളും അവയെ കൊണ്ടുണ്ട്. എന്തൊക്കെയാണ്? പാല് തൈരാക്കുന്നുണ്ട്, അരിമാവ് പുളിപ്പിക്കുന്നുണ്ട്, അല്ലേ? അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നുണ്ട്, വിസർജ്യങ്ങൾ വിഘടിപ്പിക്കുന്നുണ്ട്, എക്സെട്ര. ഇതൊക്കെ ഇവരെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. സൂപ്പർ ബഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. നോക്കുക, കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ആനന്ദ് മോഹൻ ചക്രവർത്തി, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. അതൊന്ന് ഓർമ്മിക്കുക. പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യാവശ്യമാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതിയാണ് ഈ പറയുന്ന പ്രതിരോധ കുത്തിവയ്പ്പ്. ഓക്കെ, ശുചിത്വശീലങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം രോഗങ്ങളെ ഒക്കെ അകറ്റി നിർത്താനായിട്ട് പറ്റും. അടുത്തത് ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഭൂമിക്ക് ഗോളാകൃതിയാണല്ലോ, അല്ലേ? ജിയോയിഡ് എന്നാണ് ശരിക്കും ഉള്ള ഭൂമിയുടെ ആകൃതിയുടെ പേര്. ഇനി അപ്പോൾ ആരാണ് ഭൂമിയെ ഇത്തരത്തിൽ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ ആരാണ് നേരിട്ട് ഭൂമിയെ കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? യൂറി ഗഗാറിനാണ് ആദ്യമായി കണ്ട വ്യക്തി. കാരണം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് യൂറി ഗഗാറിനാണ്. ഇനി എന്താണ് ബഹിരാകാശം? ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശമാണ് ബഹിരാകാശം. ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്നു മാത്രമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് മനുഷ്യൻ എപ്പോഴാണ് ബഹിരാകാശ യാത്ര നടത്തിയത്? 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്തിലേക്ക് എത്തിച്ചത്. ഓക്കെ, ഇനി വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇന്ന് പല രാജ്യങ്ങളുടേതായി ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു. അപ്പോൾ എന്തിനൊക്കെയാണ്? ഭൂവിഭവങ്ങളുടെ വിവരത്തിന്, മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, കാലാവസ്ഥ പഠനം, വനഭൂമി, തണ്ണീർത്തടം എന്നിവയെക്കുറിച്ചുള്ള പഠനം, കരസമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ, ബഹിരാകാശ ഗവേഷണം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, വാർത്താവിനിമയം തുടങ്ങിയവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് കൃത്രിമോപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുന്നത്. ഇനി ബഹിരാകാശ വാരം എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമോപഗ്രഹം. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നുണ്ട്. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം നടത്തുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. ഇനി മറ്റ് ചില പ്രധാന സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് ആര്യഭട്ട. 1975 വിക്ഷേപിച്ചു. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം എപ്പോഴായിരുന്നു? 1958 ലൈക്ക എന്ന നായ ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവിയാണ്. അത് സോവിയറ്റ് യൂണിയൻ്റെതാണ്. വർഷം 1957. ഇനി വിക്ഷേപണ വാഹനങ്ങളാണ് ലോഞ്ചിങ് വെഹിക്കിൾസ്. അതിനുപയോഗിക്കുന്ന ഈ പറയുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോക്കറ്റുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? രാകേഷ് ശർമ്മ. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടയിൽ കൊളംബിയ
സ്പേസ് ഷട്ടിലുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. സുനിത വില്യംസിന് നിലവിലെ 2 ലോക റെക്കോർഡുകളുണ്ട്. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വ്യക്തിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്നിങ്ങനെ 2 റെക്കോർഡുകൾ സുനിത വില്യംസിന് ആയിട്ട് ഉണ്ട്. ഇനി അടുത്തത് പറയുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയിട്ടുണ്ട് അല്ലേ, ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ്. മനുഷ്യൻ ഇന്നേവരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിലിറങ്ങി. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിന് ഉപയോഗിച്ചത്. മൈക്കൽ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ഇന്ന് ചാന്ദ്ര ദിനമായി ആചരിക്കുന്നത്. ഇനി നമുക്ക് ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യക്കാരുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയാണ് ISRO അല്ലേ, ISRO. ഓക്കെ, നമ്മുടെ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇതുപോലെ വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസിയുണ്ട്. ഇന്ത്യ ISRO ആണ്, USA നാസയാണ്, യൂറോപ്പ് ESA ആണ്, ജപ്പാൻ JAXA ആണ്, റഷ്യ RSA, ചൈന CNSA. അതൊന്ന് ഓർമ്മിക്കുക. ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാവഹമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് PSLV അതുപോലെ തന്നെ GSLV റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചു. അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇൻസാറ്റ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, ടെലിവിഷൻ എന്നിവയുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. IRS ഭൂവിഭവങ്ങൾ, കാലാവസ്ഥാ പഠനം, മത്സ്യബന്ധനം. എഡ്യൂസാറ്റിനാണ് വിക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന കൃത്രിമോപഗ്രഹം ഏതാണ്? എഡ്യൂസാറ്റാണ്. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. വാർത്താവിനിമയത്തിന് ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് IRS ഉപഗ്രഹങ്ങളാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുന്നത് എഡ്യൂസാറ്റിനെയാണ്. ഇൻസാറ്റ് IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയാണ് ചാന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ചാന്ദ്രയാൻ 1 എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട്? 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രദൗത്യം തന്നെ തിളക്കമാർന്ന വിജയം കണ്ടു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചാന്ദ്രയാനാണ്. ചാന്ദ്രയാൻ 2 ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തത് ജന്തുവിശേഷങ്ങൾ. ഇതാണ് 5ാം ക്ലാസ്സിലെ അവസാന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് പക്ഷികളും അവയുടെ അടയിരിപ്പ് കാലവും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് എന്നൊക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കോഴി എത്രയാണ്? 21 ദിവസമാണ്. പ്രാവ് 14, കുരുവിയും 14 ഒട്ടകപക്ഷി 42 ദിവസമാണ്. ലവ് ബേർഡ്സ് 22 മുതൽ 25 ദിവസം വരെയാണ് അടയിരിപ്പ് കാലം. ഇനി പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം അതിരാവിലെയും വൈകുന്നേരവുമാണെന്ന് ഓർമ്മിക്കുക. ഇനി ഡോക്ടർ സാലിം അലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അധിക വായനയ്ക്ക് ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സാലിം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഒരു കുരുവിയുടെ പതനം എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഒരുപാട് പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ചില അന്യദേശ പക്ഷികളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ചിലയിനം എരണ്ടകൾ, നാഗമോഹൻ, മണൽക്കോഴി എന്നിവ നമ്മുടെ പ്രദേശത്തെത്തുന്ന വിരുന്നുകാരാണ്. അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണ് ഇവ. കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശങ്ങളാണ്. അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്തത് പറയുന്നത് സാൽമൺ മത്സ്യത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഇവിടെ. സാൽമൺ മത്സ്യത്തിൻ്റെ മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളുടെ കുത്തൊഴുക്കുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദിയുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടയിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. സാൽമൺ മത്സ്യത്തിൻ്റെ കഥ അത് ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, ഇനി
അടുത്തത് എന്താണ് രൂപാന്തരണം? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. ഇവയാണ് ലാർവകൾ. ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടത്തിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് രൂപാന്തരണം. ഇപ്പം നമുക്ക് കൊതുകിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ചിത്രശലഭത്തിൻ്റെ ആണെങ്കിലും ഒക്കെ ഇതുപോലെ പറയാൻ പറ്റും. തവളയുടേതും ഇതുപോലെ രൂപാന്തരണം സംഭവിച്ചിട്ടാണ് മാറുന്നത്. ഇനി ശലഭങ്ങളും ലാർവകളും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ശലഭങ്ങളുടെ ചിത്രവും അതിൻ്റെ ശലഭ ചിത്രവും അതിൻ്റെ ലാർവയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അടുത്തത് കടലാമയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പോയിന്റ് ഇവിടെയുണ്ട്. കടലിൽ നിന്നും കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴിയുണ്ടാക്കിയാണ് കടലാമകൾ മുട്ടയിടുന്നത്. മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾക്ക് വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. ഇങ്ങനെ നേരിടുന്നതിൻ്റെ എതിരെ വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സസ്തനികൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ജീവികളിലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ, അല്ലേ? സസ്തനികൾ. ഓക്കെ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവ. അവയ്ക്ക് ശരീരത്തിൽ ചെറിയ രോമങ്ങളും ചെവിക്കുടയൊക്കെ ഉണ്ടാവും. പറക്കുന്ന സസ്തനിയാണ് വവ്വാല് എന്ന് പറയുന്നത്. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. മുട്ടയിടുന്ന സസ്തനികളാണ് പ്ലാറ്റിപ്പസും എക്കിഡ്ന തുടങ്ങിയവ. ഓക്കെ, എന്നിട്ട് അവർ കുട്ടികളെ പാലൂട്ടി വളർത്തും. ഇനി മറ്റ് കൗതുകകരമായ ജന്തുക്കളെയാണ് പ്ലനേറിയ, മണ്ണിര പ്ലനേറിയ. ഒരു തരം പരന്ന വിരയാണ് പ്ലനേറിയ. ഇവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായി മാറും. പ്രസവിക്കുന്ന അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കടൽക്കുതിരയുടെ കാര്യമാണ് പറയുന്നത്. മത്സ്യത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ജീവികളാണ് കടൽക്കുതിരകൾ. പെൺ കടൽക്കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽക്കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. 40 ദിവസത്തിന് ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. ആൺ കടൽക്കുതിര പ്രസവിക്കുന്നത് പോലെയാണ് അപ്പോൾ തോന്നുന്നത്. സഞ്ചി മൃഗങ്ങൾ എന്ന് പറയുന്നത് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിനുള്ളിലെ ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത്. പ്രസവിക്കുന്ന പാമ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അണലിയാണ്, അല്ലേ? പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. അവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. കുഞ്ഞുങ്ങൾ പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നില്ല. അടുത്തത് പവിഴപ്പുറ്റുകൾ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പവിഴപ്പൊറ്റുകൾ കടലിനടിയിൽ പൂന്തോട്ടങ്ങളെപ്പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണ്. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിത്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവിടെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് 1997, 2008 എന്നീ വർഷങ്ങൾ പവിഴപ്പുറ്റ് വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ്. ലക്ഷദ്വീപിലും ധാരാളം പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.